5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലതാ സിജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായത് മരങ്ങളുടെ ഭാഷ എന്ന ആ പാഠത്തിൽ നമ്മൾ ഡയറി എഴുതുന്നതിനെക്കുറിച്ച്, ഡയറിയുടെ മഹത്വത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയറി എന്നത് നല്ല ഒരു ഹോബിയാണ് എല്ലാ കുട്ടികൾക്കും. അതായത് നമുക്ക് വളരെ കാലത്തിന് ശേഷവും ഈ ഡയറി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്, അതായത് ഡയറി സൂക്ഷിച്ചു വെക്കണം എങ്കിലേ ഉള്ളൂ. ഡയറി എന്ന് ഉദ്ദേശിക്കുന്ന ഡയറിയുടെ എല്ലാ പകിട്ടോടും കൂടി ഇന്ന് കിട്ടുന്ന അത് മാത്രമല്ല ഡയറി. നമ്മൾ പണ്ട് ചെറിയ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്നതും നമ്മുടെ ഡയറി കുറിപ്പ് തന്നെയാണ്. അങ്ങനെ ഒരു പ്രസിദ്ധമായ ഡയറി കുറിപ്പിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ്. പണ്ട് അതായത് ഒരു പ്രത്യേക മതസമൂഹക്കാർ നടത്തിയ ഇതിൽ സമരങ്ങളിൽ, ലഹളകളിൽ പെട്ട് വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി ആൻ ഫ്രാങ്ക് അന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല. തൻ്റെ വീടിൻ്റെ ജനലിലൂടെ പുറത്ത് കാണുന്ന കിളികളുടെ പാട്ടും മരങ്ങളിൽ കാറ്റ് തട്ടുമ്പോഴുള്ള ശബ്ദവും മരങ്ങളുടെ ഇലകളും ഒക്കെ മാത്രമായിരുന്നു അതിൻ്റെ ജീവിതം, അതിൻ്റെ ലോകം. അങ്ങനെ ആ കുട്ടി എഴുതിയ ഒരു ഡയറി കുറിപ്പ് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയാണ്. അത് പിന്നീട് അതിൻ്റെ മരണശേഷം ആ വീട്ടുതടങ്കലിൽ കിടക്കുകയായിരുന്നു. പട്ടാള ഭരണത്തിൻ്റെയാണ്. അപ്പോൾ അതിന് പിന്നെ ആ ഡയറി കുറിപ്പിലൂടെയാണ് ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പുറം ലോകം അറിയുന്നതൊക്കെ. അങ്ങനെയാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് എന്നൊരു പുസ്തകം തന്നെ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഡയറി കുറിപ്പിനുള്ള മഹത്വമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഹോബി എല്ലാ കുട്ടികളും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ ഒരു ഹോബിക്ക് വേണ്ടിയല്ല, നമുക്ക് ഇഷ്ടപ്പെടണം, ഏത് പ്രവൃത്തി ഇഷ്ടപ്പെട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഡയറി എഴുതി വെച്ചാൽ നമുക്ക് പടിപടിയായിട്ട് നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നൊരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിർത്തുകയും ചെയ്യരുത് ഡയറി കുറിപ്പ്. ഒരുപാട് മഹാന്മാരുണ്ട് ഡയറി കുറിപ്പ് വളരെ കാലം കൊണ്ട് തന്നെ എഴുതുന്നവർ. അപ്പോൾ ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമാക്കുക. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും രാവിലെ 9 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റു, പിന്നെ സ്കൂളിൽ പോകാൻ തയ്യാറായി, ഭക്ഷണം കഴിച്ചു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക എന്നുള്ളത് ചെറിയ കുട്ടികൾ തയ്യാറാക്കുന്ന ഡയറിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഡയറി അതല്ല. ഒരു ദിവസത്തെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അത് ആവശ്യമായി വരും. അതാണ് ഡയറി. അല്ലാതെ നമ്മൾ സ്കൂളിൽ ഡയറി എഴുതുമ്പോൾ രാവിലെ സ്കൂളിൽ പോയി അല്ല അന്ന് ഇന്നതൊക്കെ പഠിപ്പിച്ചു, അങ്ങനെ ആ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കടുക്കോടെ എഴുതുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡയറിയുടെ ആവശ്യം ഇമെയിൽ പറഞ്ഞതാണ്. കൂട്ടുകാരെ, അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഭാഷ, അതായത് മരങ്ങളുടെ ഭാഷ പരിചയപ്പെട്ടു. പ്രകൃതിയുടെ ഭാഷയും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന കവിത നേരത്തെ നമ്മൾ പഠിച്ചു. ഇനി താഴെ ഇവിടെ ഒരു ഏറ്റുമാനൂർ സോമദാസൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം, പ്രകൃതി എന്താണെന്നുള്ളത് അല്ലേ. കവി ഈ വരികളിലൂടെ എന്തെല്ലാം അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് ചർച്ച ചെയ്യൂ. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് കവിത. അപ്പോൾ നമുക്ക് ഈ കവിതയൊന്ന് നോക്കാം. ഇലകൾ കാറ്റടിച്ചുലയുന്നു, 100 കിളികൾ പൂഞ്ചിറ ഇളക്കുന്നു, കൊഞ്ചും മൊഴികളാൽ ചെപ്പു കിലുക്കുന്നു, പനീർ മലരിതളുകൾ ഉതിർക്കുന്നു, നീലമലയിലെമ്പാടും കുറിഞ്ഞി പൂത്തപോൽ മതിമറന്നുമേ കുളിരുകോരുന്നു, കരളിൽ തേനറ തുളുമ്പി തൂവുന്നു, അകം തരിച്ചു നിന്നുലയും തൈമരം അടിമുടി മലരണിയുന്നു, മനം നിറഞ്ഞു പെറ്റമ്മ ചിരിക്കും പോലവേ. ഈ സൗന്ദര്യങ്ങളെല്ലാം ലോകത്തിലെ ഏറ്റവും സത്യമായത് അല്ലേ, ഏറ്റവും അനുകമ്പ നിറഞ്ഞത്, ഏറ്റവും കരുണ ചൊരിയുന്ന ആരാണ്? പെറ്റമ്മ. ആ പെറ്റമ്മ മനം നിറഞ്ഞ് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഭംഗിയാണ് കവിയുടെ വരികളിൽ ഈ പ്രകൃതി അല്ലേ. ഇലകൾ കാറ്റടിച്ചുലയുന്നു, 100 കിളികൾ പൂഞ്ചിറ ഇളക്കുന്നു അല്ലേ. പ്രകൃതിയിലെ ഒരു വലിയ അതിനെയൊക്കെ നമ്മൾ നാച്ചുറൽ എന്ന് വേണം പറയാൻ, ആർട്ടിഫിഷ്യൽ അല്ലല്ലോ അതൊന്നും. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചകൾ, അതുപോലെ കൊഞ്ചും മൊഴികളാൽ ചെപ്പ് കിലുക്കുന്നു, കിളികൾ തന്നെ പൂഞ്ചിറകിട്ട് അടിച്ച് അതിൻ്റെ ശബ്ദങ്ങളാൽ അത് ചെപ്പ് കിലുക്കുന്ന പോലെയുള്ള ശബ്ദങ്ങളും, പനീർ മലരിതളുകൾ ഉതിർക്കുന്നു, എന്താണ് പൂക്കളെല്ലാം സൗന്ദര്യം പൊഴിക്കുന്നു, നീലമലയിലെമ്പാടും കുറിഞ്ഞി പൂത്ത പോൽ മതിമറന്നു കുളിരുകോരുന്നു.
നമ്മുടെ ശരത്ത് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കൊണ്ട് കണ്ടിട്ട് കുളിര് കോരുന്നു, സന്തോഷം കൊണ്ട്, അതിശയം കൊണ്ട്, അല്ലേ? എന്ത് മലയിൽ കുറിഞ്ഞിപ്പൂവ് ഉണ്ടായി നിൽക്കുമ്പോൾ, നീലമലയിൽ, മല നീലയല്ല, കുറിഞ്ഞിപ്പൂക്കളെല്ലാം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ, വിരിഞ്ഞു നിൽക്കുമ്പോൾ മല നീലയായിട്ട് തോന്നും. അങ്ങനെയാണ് നീലമലകൾ എന്ന് പറയുന്നത്, അല്ലേ? ആ നീലമലകൾക്കും സൗന്ദര്യമുണ്ട്, കുറിഞ്ഞിപ്പൂവിനും സൗന്ദര്യമുണ്ട്. ഇവിടെ മരം അമ്മയായും മറ്റ് പൂവിനെയും ചെടികളെയൊക്കെ മക്കളായി കവി അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു സുന്ദര കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ